ശേഖരിക്കൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് ബോബി ചെമ്മണ്ണൂർ ജാമ്യമില്ല എന്ന വാർത്ത അറിഞ്ഞ് കോടതിക്ക് മുന്നിൽ തല കറങ്ങി വീണിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അഭിഭാഷകർ സംസാരിക്കുന്നു മാധ്യമങ്ങളോട്. വീഡിയോസ് ഹാജരാക്കി സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുള്ളതുകൊണ്ട് ബെയിൽ നിഷേധിക്കാൻ പറഞ്ഞു. കോടതി അത് അംഗീകരിച്ചു. നിലവിലെ സാഹചര്യത്തിൽ കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലേ? കൃത്യമായി നമുക്ക് നമ്മുടെ വാദം കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് അങ്ങനെ ഒരു സാഹചര്യം കോടതിയിലെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കോടതി പരിശോധിച്ചിട്ടുണ്ടാകാം. ഏത് ജയിലിലേക്ക് അങ്ങനെ ഓർഡറിലൊന്നും പറയില്ല. കോടതിയിൽ അന്വേഷിച്ചാൽ അഭിഭാഷകയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. കസ്റ്റഡി ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങാത്തത് എന്ന് അവർ പറയുന്നു. ഏത് ജയിലിലേക്ക് കൊണ്ടുപോകും എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എല്ലാ വാദങ്ങളും ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ നൽകിയ എല്ലാ വാദങ്ങളും തള്ളിക്കളഞ്ഞിരിക്കുന്നു കോടതി. എല്ലാ വാദങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യമില്ല എന്ന ഒരു തീർപ്പിലേക്ക് കോടതി എത്തുന്നത്. 14 ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വരും, അഴിയെണ്ണേണ്ടി വരും ബോബി ചെമ്മണ്ണൂരിന് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. വിവാദ വ്യവസായി നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മാധ്യമങ്ങൾ ആവർത്തിച്ച് പ്രോസിക്യൂഷൻ അഭിഭാഷകയാണ് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. എല്ലാ വാദമുഖങ്ങളും ശക്തമായി തന്നെ ഉന്നയിക്കാനായി തങ്ങളുടെ വാദങ്ങൾ മുഖവിലക്കെടുത്തിരിക്കുന്നു കോടതി എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. കസ്റ്റഡിയിൽ വേണമെന്ന ഒരു ആവശ്യം അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിട്ടില്ല. ഏത് ജയിലിലേക്ക് കൊണ്ടുപോകും ബോബി ചെമ്മണ്ണൂരിനെ എന്നതാണ് ഇനി അറിയാനിരിക്കുന്നത്. ആ സമയത്ത് തന്നെ വരുന്ന മറ്റൊരു വാർത്ത, അവിടെ ദേഹാസ്വാസ്ഥ്യം, കോടതി ജാമ്യമില്ല എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി കൂടുതൽ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിധേയമാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് കാർത്തിക് കൂടി ചേരുകയാണ്. കാർത്തിക്, ലൈംഗിക അധിക്ഷേപ പരാമർശത്തിലാണ് ഇപ്പോൾ വ്യവസായിയും സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള, നിരന്തരം സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ബോബി ചെമ്മണ്ണൂർ ജയിലിനകത്തേക്ക് പോകുന്നത് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് കോടതി. പ്രോസിക്യൂഷനെ സംബന്ധിച്ചൊരു വിജയവുമാണ്. എങ്ങനെ നമുക്ക് ഈ കേസിന്റെ വഴികൾ നോക്കിക്കാണാം? ഇതൊരു മെസ്സേജ് കൂടിയാണ് സമൂഹത്തിന് നൽകുന്നത്. നമുക്കറിയാം, പൊതുരംഗത്ത് നിൽക്കുന്ന നിരവധി സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കോടതി നടപടിയെ, അതിന്റെ പ്രാധാന്യത്തെ നമ്മൾ എങ്ങനെ കാണണം? തീർച്ചയായും എത്ര വമ്പന്മാരായാലും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന സന്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിധി നൽകുന്ന സന്ദേശവും അത് തന്നെയാണ്. പ്രതി ഇത് ആദ്യ തവണയല്ല ഇത്തരമൊരു പരാമർശം നടത്തുന്നത്. പ്രതി ശക്തനാണ്, സമ്പന്നനാണ്, അറിയപ്പെടുന്ന പ്രമുഖ വ്യവസായിയാണ്. അത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി അധിക്ഷേപിക്കുന്നവർക്കുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ കോടതി വിധി എന്ന് ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് 14 ദിവസത്തേക്ക് റിമാൻഡിലാണ് അദ്ദേഹത്തെ വിട്ടിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ ജാമ്യം ഇല്ല എന്ന വിധി അറിഞ്ഞ ശേഷം അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്ന വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വിശ്രമ മുറിയിൽ ഇരിക്കാൻ കോടതി അനുവാദം നൽകി. ഏതായാലും ഇനി ജില്ലാ ജയിലിലേക്കാണോ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത്. എന്തായാലും ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ഇല്ല. അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറഞ്ഞിരിക്കുന്നു. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിശക്തമായ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ജാമ്യം നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. അതോടൊപ്പം തന്നെ പ്രതി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്, പ്രതിയുടെ സ്വാധീനമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വളരെ വിശദമായ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ജാമ്യം നൽകിയാൽ അത് ഇരയോടുള്ള നീതി നിഷേധമാകും എന്നതടക്കമുള്ള കാര്യങ്ങളും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകാനുള്ള സാധ്യതകളടക്കം പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. നേരത്തെ ഈ കേസിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടികൾ, ഈ കേസുമായി ബന്ധപ്പെട്ട പരാതി മുഖ്യമന്ത്രിയുമായി നടി ഹണി റോസ് ഫോണിൽ സംസാരിച്ച ശേഷം കൃത്യമായ നടപടികൾ ഉണ്ടായി എന്ന് തന്നെ പറയണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന്
തുടർന്ന് പഴുതുകൾ അടച്ചാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നത്. അതീവ രഹസ്യമായി കൊച്ചി പോലീസ് വയനാട്ടിലേക്ക് എത്തുന്നു. വയനാട്ടിൽ അദ്ദേഹത്തിന്റെ റിസോർട്ടിന് പുറത്ത് കാത്തു നിൽക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നത് കാത്തു നിൽക്കുന്നു. എന്നിട്ട് തേയിലത്തോട്ടത്തിന് മധ്യേ അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ പിടിക്കുന്നു. ഇത്തരത്തിൽ പഴുതുകൾ അടച്ചുള്ള എല്ലാ നീക്കങ്ങളും ബോബി ചെമ്മണ്ണൂരിനെതിരെ സർക്കാർ നടത്തി എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതുതന്നെയാണ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്കും തുടർന്ന് അതിശക്തമായ വാദങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കാനുമുള്ള സാഹചര്യത്തിലേക്കുമൊക്കെ വഴിവെച്ചത്. എന്തായാലും ദ്വയാർത്ഥ പ്രയോഗമെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിധി എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ 1 മണിക്കൂറോളം നീണ്ട ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത്. 1 മണി മുതൽ 2 മണി വരെ നീണ്ട വാദങ്ങൾ. ദൃശ്യങ്ങൾ ഇപ്പോഴും നടി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നതടക്കം നേരത്തെ ഉണ്ടായ സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് കോടതിയിൽ ജാമ്യ ഹർജി പരിഗണിക്കവെയും ബോധിപ്പിക്കാൻ ഇദ്ദേഹം ശ്രമിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഹണി റോസിന്റെ ശരീരത്തിൽ അദ്ദേഹം മനഃപൂർവ്വം സ്പർശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി. മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തെ പറഞ്ഞത് മാത്രമാണ്, ഒരു കഥാപാത്രത്തെ താരതമ്യം ചെയ്ത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കഥാപാത്രത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം മാത്രമാണ് നടത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.